ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ഓഫീസൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ലേറ്റായിട്ടാണ് എണീക്കാറ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഫ്രൈഡേസിൽ കഴിക്കാറില്ല കേട്ടോ. നേരെ ലഞ്ച് പ്രിപ്പറേഷനാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് സാധാരണ ചോറും കറികളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പരിപ്പും തക്കാളിയും മുരിങ്ങക്കോലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വെജിറ്റബിൾസ് എല്ലാതും കൂടെ പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പ് ഇത്രയും ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പിന് അധികം വേവില്ല കേട്ടോ. നമ്മുടെ സാധാരണ പരിപ്പുണ്ടല്ലോ, അതാണെങ്കിൽ കുക്കറിൽ ഒന്ന് അടിക്കണതായിരിക്കും നല്ലത്. ഈ പരിപ്പ് ജസ്റ്റ് ഒന്ന് 2 തള തിളയ്ക്കുമ്പോഴേക്കും വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്നും കുക്ക് ചെയ്യണില്ല. അപ്പം അങ്ങനെ ഇത് അവിടെ ഇരുന്ന് വേവിട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചോറ് അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുത്തരിയാണ് യൂസ് ചെയ്യണത്. കുക്കറിൽ അടിക്കാറില്ല കേട്ടോ, ഇങ്ങനെ വേവിക്കണതാണ് നമുക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തെ സ്റ്റൗവിൽ ഈ ഒരു റൈസും വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇതും കുക്കാവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുക്കായിട്ടില്ല. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇതങ്ങനെ വലിയൊരു കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കയ്യിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് എടുക്കുന്നത് കൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചിട്ട് ഒഴിക്കാൻ കേട്ടോ. അരപ്പിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് കുക്കാവുന്ന വരെ ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ജാറ് കഴുകി കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരുപാട് ടൈറ്റായിട്ട് എടുക്കരുത്, കാരണം ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലൂസിലെടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അത് സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ചും കൂടി നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ കറി സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കടുക് പൊട്ടിച്ച് ഒഴിക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു അടുപ്പത്ത് ഇത് റെഡി ആവുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ ചോറ് ഊറ്റി മാറ്റിയതിന് ശേഷം ഞാൻ പ്രോൺസ് ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പ്രോൺസ് ഞാൻ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടാണ് ഇതിനെ പുരട്ടി വെച്ചിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം ഓയിലിലേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സവോളയുടെ ഈ ഒരു കൂട്ടിലേക്ക് നമ്മുടെ പ്രോൺസിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ പൊടികൾ, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഞാൻ ആകെ കുറച്ച് മസാലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ പ്രോൺസ് വറുത്തപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കുഴഞ്ഞിരിക്കാത്ത പോലത്തെ അങ്ങനത്തെ ഒരു ഫീല് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ കഷ്ണം തക്കാളി കൂടി അരിഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയായി, കഴിക്കാനും നല്ല ടേസ്റ്റായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ കറിയിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയും ഒന്ന് താളിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ പ്രോൺസും റെഡി ആയിട്ടുണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് കുഴഞ്ഞ പോലെ കിട്ടി. അപ്പോൾ നമ്മൾ ചോറ് അങ്ങനെ കഴിക്കാൻ പോവാണ്. നമ്മുടെ കുത്തരി ചോറും പിന്നെ പ്രോൺസ് ഫ്രൈയും പ്രോൺസ് റോസ്റ്റ് അതും പിന്നെ നമ്മുടെ പരിപ്പിൻ്റെ കറിയും പിന്നെ അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമ്മൾ ഡക്ക് റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല. ക്വാണ്ടിറ്റി നമുക്ക് വേറെ സംഭവം ഓർഡർ ചെയ്ത കാരണം കൊണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടായതുകൊണ്ടും നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് പാഴ്സലെടുത്തു. അപ്പോൾ ആ ഒരു ഡക്ക് റോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് നല്ല കേമായിട്ട് തന്നെ കഴിച്ചു. അങ്ങനെ ലഞ്ച് കഴിച്ചാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കലൊക്കെ ആയിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഒന്ന് റെഡിയൊക്കെ ആയി പുറത്തോട്ട് പോയി. പുറത്തിറങ്ങിയപ്പോൾ ഒരു 4:30 ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഏരിയ. നമ്മളിപ്പോൾ മെട്രോയുടെ ലിങ്ക് കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്.
അപ്പോൾ അതാ ഇപ്പം തന്നെ ഒരു സൺസെറ്റിൻ്റെ സമയമായി 4-4:30 ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു സമയം, നല്ല ചുവന്ന ആകാശമൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം ബസ് വന്നു. അപ്പം അതിൽ കയറിയിരുന്നു. ഇതാണ് കേട്ടോ മെട്രോയുടെ ലിങ്ക് ബസ്. നല്ലൊരു സർവീസാണ് കേട്ടോ ഈ മെട്രോയുടെ ലിങ്ക് ബസ്സിലുള്ളത്. ഭയങ്കര ഉപകാരമായൊരു കാര്യമാണ്. നമ്മുടെ റൂമിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് അത്രയ്ക്ക് വലിയ വഴിയൊന്നുമില്ല കേട്ടോ. ഒരു 5-8 മിനിറ്റിൻ്റെ വഴിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ലിങ്കിന് പോവുകയാണെങ്കിൽ, നടന്നു പോവുകയാണെങ്കിൽ അങ്ങനെ പോകാട്ടോ, ഒരു അരമണിക്കൂറൊക്കെ നടക്കാനുണ്ടാവും. നമ്മുടെ സ്ഥലം വരുന്നത് തുമാമ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. സ്റ്റേഷൻ ഒക്കുബ IBN നാഫി, ആ ഒരു സ്റ്റേഷനാണ്. നമ്മുടെ മുന്നെടുത്ത റൂമുകളും ഈ ഒരു ഒക്കുബ സ്റ്റേഷൻ തന്നെയായിരുന്നു. പക്ഷെ അത് ഓൾഡ് എയർപോർട്ട്, മത്തർ കദീം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലായിരുന്നു റൂം വന്നിരുന്നത്. പക്ഷെ സ്റ്റേഷൻ സെയിം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി, മെട്രോയിൽ കയറി. നമ്മളിപ്പോൾ പോയിരിക്കണത് സൂക്ക് വാക്കിഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. നല്ലൊരു അറബിക് വൈബുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഒരു ഈവനിങ് സമയത്തൊക്കെ പോയിരിക്കാനായിട്ട് നല്ല രസമാണ്. ഒരു ചായ കുടിച്ച് അവിടെ കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ചായ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ലൊരു സൺസെറ്റ് സമയത്തൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു നമ്മളവിടെ എത്തിയപ്പോഴേക്കും. ഇപ്പോൾ മഞ്ഞിൻ്റെ സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടാവും കേട്ടോ. ഇതിപ്പോൾ ഒരു 5 മണി സമയമാണ്, പക്ഷെ എന്നാലും നല്ല ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയതാണ് കേട്ടോ സൂക്ക് വാക്കിഫ്. ഇതൊരു സൂക്കാണ്. കുറേ കടകളും പിന്നെന്താ കുറേ റെസ്റ്റോറൻറ്റ്സും പിന്നെ പക്ഷികൾ അല്ലെങ്കിൽ പൂച്ചകൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വിൽക്കണ കുറേ ഷോപ്പുകളുണ്ട്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കുറേ നടക്കാനുണ്ട്. നമ്മൾ അവിടേക്കും ഇവിടേക്കും കുറേ വഴികളാണ്. അപ്പോൾ ഓരോ വഴി കൂടെ പോകുമ്പോഴും ഓരോന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെത്തി അപ്പം തന്നെ ടീ ടൈമിൽ നിന്നൊരു ചായ കുടിച്ചു. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടീ ടൈമിലെ ചായ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര എണ്ണം കിട്ടിയാലും ഞാൻ കുടിക്കും. അപ്പം അങ്ങനെ അവിടെ നിന്ന് ചായ വാങ്ങി നമ്മൾ നടന്നു. ഇങ്ങനെ ചായയും കൊണ്ട് ഇങ്ങനെ നടന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. നമ്മളീ നടക്കുന്നതിൻ്റെ അപ്പുറത്തുപ്പുറത്തായിട്ടും കുറച്ച് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൽ തന്നെ കുറേ ഷോപ്പുകളും ഒക്കെയാണ് ഉള്ളത്. കണ്ടോ ഈ പോക്ക് കണ്ടോ, നല്ല ഊതുന്നാന്ന് തോന്നുന്നു കേട്ടോ അതിനെ പറയാം. നല്ല മണാട്ടോ അതിൻ്റെ. ഞാൻ കാണിച്ചു തരാം. നമ്മളത് നോക്കുന്നുണ്ട്. ആ സമയം എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാളിൽ കാണുന്ന പോലത്തെ പറന്ന് നിൽക്കുന്ന ബലൂൺ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒട്ടകത്തിൻ്റെ മേലെ കയറ്റി ഇങ്ങനെ സവാരി, പിന്നെ കുതിരയുടെ മേലെ കയറ്റി അങ്ങനത്തെ സവാരി, പിന്നെ ചെറിയ ചെറിയ ഈ ടോയ് ട്രെയിനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് ഇവിടെ. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നിറയെ കൂടുതലും ഈ അറബി ആൾക്കാരായിരുന്നു കേട്ടോ. അവരുടെ ഒരു മെയിൻ ഏരിയ ആയിരിക്കണം ഇത്. അങ്ങനെ അപ്പോൾ ഇതാണ് ആ ഒരു ടോയ് ട്രെയിൻ. നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളൊരു ഇരിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ചായ കുടിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഊത്, ആ ഒരു നല്ല മണം കിട്ടുന്ന ആ ഒരു സംഭവം. അപ്പോൾ ഇതിന് 50 റിയാൽ 100 റിയാലൊക്കെയാണ് റേറ്റ്. എത്രയോ ഗ്രാമിന് 200 ഗ്രാമിന് 100 റിയാലോ അങ്ങനെ എന്തോ ആണ് കേട്ടോ റേറ്റ്. ഞാൻ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ ഇതാണ് സംഭവം. നല്ല മണം കിട്ടാനൊക്കെ നമ്മളിങ്ങനെ കത്തിച്ച് വയ്ക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് നമ്മൾ കണ്ടു, വാങ്ങിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് റേറ്റ് ചോദിച്ചു അത്ര തന്നെ. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് കുറേ സുവനീഴ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഖത്തറിൻ്റെ ഓരോ സുവനീറുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ വീണ്ടും നമ്മളിങ്ങനെ നടന്നു. അവിടെയും കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ സംഭവങ്ങളുടെയൊക്കെ ഷോപ്പുകൾ കുറേ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഒരു ഏരിയ എത്തുമ്പോൾ നല്ല മസാലകളുടെ മണം കിട്ടും കേട്ടോ. നമ്മുടെ ഇന്ത്യൻ മസാലകളുടെ തന്നെ ഈ പട്ടയുടെയും ഏലക്കായുടെയൊക്കെ നല്ല മണം കിട്ടും. ആ ഒരു ഏരിയ കഴിഞ്ഞ് പിന്നെ വീണ്ടും നടന്നപ്പോൾ ഇതുപോലെ ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണ് കണ്ടത് കേട്ടോ. പല തരത്തിലുള്ള കിളികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂച്ചകൾ, മുയൽ, പിന്നെ താറാവ് കുഞ്ഞ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അപ്പം ഇതും കുറേ നേരം ഇതിൻ്റെ ഇവിടെയും നിന്നു. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കിളികളും കാര്യങ്ങളൊക്കെ. അപ്പം നാട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നാട്ടിൽ കുറേ കിളീനെ മീനിനെ ഒക്കെ വാങ്ങിയിടാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്.
അപ്പോൾ അവിടെ കുറേ നേരം നിന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയയിലേക്ക് വന്നു. ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് അന്വേഷിച്ച് നടക്കാണ് കേട്ടോ. നമ്മൾ കുനാഫ കഴിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇവിടെ ഒരു അല്ലക്കർ എന്ന് പറഞ്ഞിട്ടൊരു കുനാഫയുടെ ഷോപ്പുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബ്രാഞ്ച് ഈ ഒരു സൂക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പ് അന്വേഷിച്ച് നടക്കായിരുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്കൊരു ഷോപ്പിൻ്റെ അവിടെ അവർ എത്തിക്കണുണ്ട്. പക്ഷേ അവിടുത്തെ ഷോപ്പ് അതാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ, കാരണം അറബിക്കിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. എന്നിട്ട് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സെയിം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മളൊരു 2-3-4 വട്ടം പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഒരു കുനാഫ വാങ്ങി കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുനാഫ. ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ഫുഡ് അടിയാണ്. ചില ദിവസം കുഴപ്പമില്ല, ചിലപ്പോൾ ഈ വ്യാഴം വെള്ളിയൊന്നും ഡയറ്റ് നോക്കില്ല കേട്ടോ. വ്യാഴം വെള്ളിയൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കാറ്. അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പ് കണ്ടെത്തി. അവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്കിത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ക്യൂ ആണ്. ഇതായിരുന്നു കേട്ടോ ആ ഒരു ഷോപ്പ്. ഡൈനിങ് സ്പേസ് ഉണ്ട്, കുറച്ച് ആൾക്കാർക്കൊക്കെ പുറത്തിരുന്ന് കഴിക്കാം. കൂടുതൽ ആൾക്കാരും പാഴ്സൽ വാങ്ങി കൊണ്ടുപോകാണ് കേട്ടോ. വലിയ ക്യൂ ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല ക്യൂ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ക്യൂ നിന്ന് നമ്മൾ കുനാഫ വാങ്ങി. ഇതായിരുന്നു കുനാഫ കേട്ടോ. ഇതിനകത്ത് എക്സ്ട്രാ ഷുഗർ സിറപ്പൊന്നും നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഇവരുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കിരിക്കാൻ സ്ഥലം കിട്ടി. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ കുനാഫ കഴിച്ചു. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇവിടെ ചുറ്റിക്കറങ്ങി തന്നെ നടന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടത്. പാൽക്കപ്പയുടെ വീഡിയോ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ആൾ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ മറന്നുപോയി കേട്ടോ. ഇൻസ്റ്റഗ്രാമിലാണോ അതോ ടിക്ടോക്കിലാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ആ വീഡിയോ കണ്ട് നമ്മൾ ആ ഷോപ്പ് തേടി പിടിച്ച് പോയിട്ടോ. അത് ദേ ചായ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതും ഒരുപാടുണ്ട് കേട്ടോ നടക്കാൻ. ഇവിടെ നിന്ന് ഒരു 750 മീറ്റർ 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നുണ്ടാവും നടക്കാനായിട്ട്. അത്രയും നടന്നിട്ടാണ് നമ്മൾ ആ ഒരു ഷോപ്പിലെത്തിയത്. ചെന്ന് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ഷോപ്പ്, അതിൻ്റെ താഴെ മാത്രമാണ് സ്ഥലമുള്ളൂ. അതും ഒരു 4 സീറ്റ് ഉണ്ടാവുള്ളൂ ഒരു ഷോപ്പിൽ. ചെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ, ഷോപ്പ് ചെറുതായാലും പാൽക്കപ്പ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെന്നപ്പോൾ അവർ പറയാണ് പാൽക്കപ്പ ഇല്ലയെന്ന്. പാൽക്കപ്പയില്ല, ഒന്നുമില്ല, ഒക്കെ അവർ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാം. കപ്പ വെറുതെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ എന്തൊക്കെയോ ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ വീഡിയോയിൽ കണ്ട പോലെ അല്ലായിരുന്നു കേട്ടോ ആ ഒരു ഷോപ്പ്. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പാൽക്കപ്പയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നാൾ വീഡിയോ എടുത്തതല്ലേ, ഇപ്പം അതില്ല കേട്ടോ എന്ന്. ഇതാണ് കേട്ടോ ആ ഒരു ഷോപ്പ്. നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലല്ലോ. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെയല്ല, അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന പോലെയല്ല തോന്നിയത്, ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നിയത്. അപ്പം നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും മെട്രോയിലേക്ക് പോന്നു. ആ M എന്ന് പറഞ്ഞ ഒരു സിമ്പൽ ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ മെട്രോയുടെ ഒരു സിമ്പൽ കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി ഇരുന്ന് പിന്നെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഓക്കുപ്പ, അവിടേക്കാണ് പോയത്. നമ്മുടെ റൂമിൻ്റെ ഏരിയയിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് അന്ന് ഫുഡ് കഴിച്ചത് കേട്ടോ. ഇത് ടീ ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ റെസ്റ്റോറൻറ്റാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇതിന് മുന്നേ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. അന്ന് ജസ്റ്റ് അതിൽ കൂടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടു. അപ്പോഴാണ് പറഞ്ഞത് അവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. മലയാളികളായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിൽ കയറി. നമുക്ക് വലിയ വിശപ്പില്ലായിരുന്നു, കാരണം ചായയും പിന്നെ കുനാഫയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് വിശപ്പില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു ഹാഫ് അൽഫാമാണ് പറഞ്ഞത് കേട്ടോ. ഇത് കാന്താരി ഗ്രീൻ ചില്ലി അൽഫാമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഈ ഒരു സംഭവം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചായയും കുടിച്ചു, പിന്നെ ഒരു പെപ്സിയും കഴിച്ചു. അപ്പോൾ അതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. ഇന്നെടുത്ത ഫോട്ടോസ് ഞാൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.